നിന്റെ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞില്ല, കഴിഞ്ഞോണ്ടിരിക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെടി, ഞാൻ ഇനി ഗൾഫിലോട്ട് പോകുന്നില്ല. അതിനാ പറ്റി പെട്ടെന്നൊരു തീരുമാനം? പെട്ടെന്നല്ല, കുറേ നാളായി ഞാൻ ആലോചിക്കുന്നു. കുറേ വർഷമായില്ലേ അവിടെ തന്നെ. 2 വർഷം കൂടുമ്പോൾ കിട്ടുന്ന 1 മാസത്തെ അവധിയാണ് ആകെ നാട്ടിൽ നിൽക്കാൻ കിട്ടുന്നത്. ഞാൻ മടുത്തു നിന്നെ ഇവനെയൊക്കെ ഇട്ടേച്ച്. മടി എനിക്കിപ്പോൾ അവിടെ പോയി നിൽക്കാനായിട്ട്. അതാ നല്ലത്. ഞാനിത് എത്ര നാളായിട്ട് പറയുന്നു. ജീവിതത്തിൻ്റെ പകുതി ഭാഗം ഞാനവിടെ, നിങ്ങളിവിടെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോലിയൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങളെയും കൂടെ ഞാനവിടെ കൊണ്ടുപോയാലേ. ഇതിപ്പോൾ പേരിനൊരു ഗൾഫുകാരനായി പോയില്ലേ. ചാച്ചി എന്നാ മോനെ? അച്ചാച്ചി വേണ്ട, അച്ചാച്ചി ഇവിടെ ഇന്നാ മതി. അതാകുമ്പോ എനിക്കെന്നും അച്ചാച്ചിനെ കെട്ടിപ്പിടിച്ച് കിടക്കാവല്ലോ. ഓക്കെ, അച്ചാച്ചി പോകുന്നില്ല കേട്ടോ. നമുക്ക് ഇവിടെ ഒരു ജോലി നോക്കാം. ഇപ്പൊ ഇവിടെ ഒരുപാട് വേക്കൻസികളൊക്കെ ഉണ്ടല്ലോ. അമ്മേ, അവളെന്തിയമ്മേ? പറമ്പിലോട്ട് പോയി കരിയാപ്പില പറിക്കാൻ. നിന്റെ ലീവ് തീരാറായില്ലേ? ഞാനിനി അങ്ങോട്ട് പോകുന്നില്ലമ്മേ. ഇവിടെ എന്തെങ്കിലും ജോലി നോക്കാന്ന് വെച്ചു. നിന്റെ വെട്ടികൾ പറഞ്ഞ പോകണ്ടാന്ന്. ഇവിടെ ഇപ്പോൾ ഒരുപാട് വേക്കൻസികളുണ്ടല്ലോ. ഇവിടെ ജോലി കിട്ടാൻ വലിയ എളുപ്പമാണ്. ഇതുപോലെ അക്കരെയുള്ള രാജേഷ് ഭാര്യയുടെ വാക്കും കേട്ട് ഗൾഫിൽ നല്ല ജോലി ഉണ്ടായിരുന്നു, അതും കളഞ്ഞ് ഇതിലെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുക. ഭാര്യയുടെ വാക്കും കേട്ട് ഇവിടെ നിന്ന് താളം ചവിട്ടാതെയുള്ള ജോലി കളയാതെ കയറിപ്പോവാൻ നോക്ക്. ഈ വീടിന്റെ സ്ഥലത്തിന്റെ ഒക്കെ ആധാരം ബാങ്കിൽ പണയപ്പെടുത്തിയിരിക്കുക. ഇനി ഒരുത്തേ കൂടി ഇറക്കിയിടാനുണ്ട്, നിന്റെ പെങ്ങള്. നീ ഇവിടെ വന്നിരിക്കുകയാണോ? ഞാനങ്ങ് തിരിച്ച് കയറിപ്പോയാലെന്ന് ആലോചിക്കുക. അല്ല, ഒരു കണക്കിന് അതാ നല്ലത്. ഇനി ഇവിടെ വന്നൊരു ജോലിയും കണ്ടുപിടിച്ച് അതൊക്കെ വലിയ പാടാണ്. വേണ്ടപ്പെട്ടവരുടെ സന്തോഷമുള്ള ജീവിതങ്ങൾക്ക് വേണ്ടി സ്വന്തം സന്തോഷങ്ങൾ മാറ്റിവെച്ച് ഒരിക്കലും തീരാത്ത പ്രാരാബ്ധങ്ങളുള്ള പാണ്ഡക്കെട്ടുന്നു വീണ്ടും പ്രവാസ ലോകത്തേക്ക്.